പക്ഷേ ഹണി റോസ് താനിടുന്ന വസ്ത്രങ്ങളുടെ ഇമ്പാക്ട് സമൂഹത്തിൽ എന്താണ് എന്നറിയാത്ത വ്യക്തിയൊന്നുമല്ലല്ലോ ഹണി. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്തോ വലിയ ആഭാസനും ഹണി റോസ് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കമന്റുകളോ തൻ്റെ വസ്ത്രധാരണം ചിലപ്പോഴെങ്കിലും വൾഗറായി മാറുന്നു എന്ന വിമർശനമോ ഇതൊന്നും ഇന്നേ വരെ കേട്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇതെടുക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ ഇപ്പോൾ എയറിലാണ്. രാഹുൽ ഈശ്വർ ഇന്നലെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ 2 വീഡിയോ ഈ ഒരു ഹണി റോസ് ബോച്ചെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കുറച്ചു മുമ്പ് ആ 2 വീഡിയോ ഇരുന്ന് കണ്ടു. ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഹണി റോസ് ബോച്ചെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു പെർസ്പെക്റ്റീവ് വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് 2 ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു രാഹുൽ ഈശ്വർ പല ചാനലിലും വന്നിരുന്ന് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ ചാനലിൽ വന്ന വാർത്തകളിലൊന്നും ഞാൻ വന്ന് പുള്ളിയിരുന്ന് സംസാരിക്കുന്നതൊന്നും ഞാൻ കേട്ടില്ല. നേരെ മറിച്ച് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ വാർത്തയിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നതും ഏകദേശം നിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ ഒരേപോലെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് പോയി രാഹുൽ ഈശ്വർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പോയത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഹണി റോസിന്റെ ഒരു പോസ്റ്റർ നമ്മുടെ രാഹുൽ ഈശ്വറിനെതിരെ. അപ്പൊ അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി. രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങോട്ട് വ്യക്തമായിട്ടില്ല, മനസ്സിലായിട്ടില്ല. അപ്പം അദ്ദേഹത്തിന്റെ ക്ലിപ്പ് എടുത്ത് വെച്ച് ഒന്ന് പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്യണം, ആളുകൾക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കണമെന്ന് ഞാനും തീരുമാനിക്കുന്നു. വ്യക്തമാക്കി തരാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. വളരെ ലഘുവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു കാര്യം പറയാം. ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ, ഇല്ലെങ്കിൽ ഞാനാണെങ്കിലും ഇപ്പോ നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറ, നിങ്ങളിപ്പം റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം റോഡ് സൈഡിൽ ഒരു വീട്, ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട്, വലിയ മതിലൊക്കെ ഉണ്ട്. എന്നാൽ ആ വീടിന്റെ പരിസരത്ത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ ഒരു മാവ് നിൽക്കുന്നു. ഈ മാവിന്റെ ഒരു ശിഖരം റോട്ടിലേക്കാണ് കിടക്കുന്നത്. മാങ്ങാ സീസണാന്ന് വെച്ചോ, നല്ല പഴുത്ത മാങ്ങ ഇങ്ങനെ കിടക്കുക, മനസ്സിലായ ആ ഒരു ശിഖരത്തില് റോട്ടിലോട്ട്. അപ്പൊ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറ. നിങ്ങൾക്കൊരു കല്ലെടുത്തെറിഞ്ഞ എന്നാ ഒരു മാങ്ങ തിന്നണം എന്ന് വിചാരിച്ച് കല്ലെടുത്തെറിഞ്ഞ് മാങ്ങ ഇടാൻ നോക്കത്തില്ലേ? പറ, നിങ്ങൾ പറ. അതോ നിങ്ങൾ വീട്ടിലൊക്കെ മറ്റേ ഗേറ്റ് ഒക്കെ തട്ടി തുറന്ന്, അല്ലെങ്കിൽ കോളിംഗ് ബെല്ല് പുറത്തുണ്ടെങ്കിൽ അത് മറ്റേ അടിച്ചകത്തൂന്ന് ആളിറങ്ങി വന്നത് തുറന്ന് നിങ്ങൾ അവരോട് ചോദിച്ച് ഒരു മാങ്ങ പറിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾ നിൽക്കുവോ? പറയൂ നിങ്ങൾ. എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും റോട്ടിൽ നിന്ന് കല്ല് വലിച്ചെറിച്ച് മാങ്ങ താഴെ ഇടാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു. നല്ല വിശന്ന് പറഞ്ഞ് കൈ കാശില്ലാതെ 2-3 പേര് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവര് കല്ലെറിഞ്ഞ് താഴെ ഇടാൻ നോക്കുവോ? എന്നിട്ട് അത് തിന്നാൻ നോക്കുവോ? ചെയ്യത്തില്ലേ? അത്രയേ ഞാനിവിടെ പറയുന്നുള്ളൂ. മനസ്സിലാകേണ്ടവർക്ക് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് കുറച്ചെങ്കിലും കാര്യം പിടികിട്ടിക്കാണ്. ഇനി പിടി കിട്ടാത്തവർക്ക് വേണ്ടി വിശദമായി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹണി റോസ് കുറച്ചു മുമ്പ് ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റർ രാഹുൽ ഈശ്വറിനെതിരെ, അത് ഞാൻ നിങ്ങൾക്കൊന്നും ഇവിടെ കാണിച്ചു തരാം, വായിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. ഒരു രീതിയിലും ഞാനിവിടെ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചെയ്തതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹണി റോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ, ആ ഒരു സ്ത്രീയെ ഒരിക്കലും തരം താഴ്ത്താൻ വേണ്ടിയിട്ടുമല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്തെ കുറച്ച് സത്യാവസ്ഥകൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. എന്താണെങ്കിലും ഹണി റോസ് ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റർ ഇങ്ങനെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ 2 ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിർവീര്യമാക്കും. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരിയായിരുന്നു എങ്കിൽ പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ. ഓക്കെ, ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്ന്
എനിക്ക് മനസ്സിലായി. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഹണി ചേച്ചി ഈ ഒരു പോസ്റ്റർ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പം ഹണി ചേച്ചിയോട് തന്നെ വളരെ എളിയ കുളിയനായി നിങ്ങൾക്ക് എല്ലാ ബഹുമാനവും തന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ചേച്ചി ഇനാഗുറേഷന് വരുന്ന ഡ്രസ്സ്, ആ ഒരു ഡ്രസ്സിങ്ങിൽ ഞാൻ നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ കുറ്റം പറയുകയല്ല. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, എങ്ങനെ ഇടണം എന്തിടണം നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു അമ്പലത്തിലേക്ക്, അതായത് ഒരു എന്താണ് അമ്പലത്തിലാണെങ്കിലും ശരി പള്ളിയിലാണെങ്കിലും ശരി ഡ്രസ് കോഡൊന്നും അവിടെ ഇല്ല. പക്ഷെ ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് വർഷങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതും ഇതും കൂടെ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. അങ്ങനെ കൂട്ടിക്കൊഴിക്കാൻ നിങ്ങൾ ഇറങ്ങിയത് കൊണ്ട് മാത്രം ഞാനിത് പറയുകയാണ്. ഒരു ഇനാഗുറേഷന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷന് നമ്മൾ പോകുമ്പോൾ ഇടുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സും ഇട്ട് അമ്പലത്തിലോ പള്ളിയിലോ കയറി ചെന്ന് കഴിഞ്ഞാൽ കളി അങ്ങ് മാറും ചേച്ചി. ആദ്യമേ ഞാനങ്ങ് പറഞ്ഞു വെക്കുക. ചേച്ചി നല്ല രീതിയിൽ സാരിയൊക്കെ കൊടുത്ത് ചേച്ചി വരുന്ന കാണാൻ നല്ല രസമാണ്, ലൈക്ക് നല്ല ക്യൂട്ടാ. ആ രീതിയിൽ നിങ്ങൾ ഇനാഗുറേഷന് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഇനാഗുറേഷൻ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ചില രീതിയിലുള്ള നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ അതിനെ ഒന്നും പറയാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കളി മാറും. അപ്പൊ രാഹുൽ ഈശ്വർ ചിലപ്പം നോക്കി അതായിരിക്കത്തില്ല നടക്കുന്നത്. അവിടെ വേറെ കളിയായിരിക്കും നടക്കാൻ പോകുന്നത്. വേറെ കളി ഞാൻ ഉദ്ദേശിച്ചത് വേറെ തലത്തിലുള്ള പ്രശ്നങ്ങൾ ആയിരിക്കും അവിടെ പൊട്ടിപ്പുറടാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് മാത്രം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ചേച്ചി ഇവിടെ പറയുന്നത് വെച്ചിട്ട് രാഹുൽ ഈശ്വർ എന്തോ മറ്റേ സ്ത്രീകൾ എന്തു വന്ന് അഡ്രസ് ചെയ്താലും അതിനെ തല്ലി അടിച്ച് കളയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടെ ഇവിടെ പറയാം. എന്റെ ഒരു പെർസ്പെക്റ്റീവില് ഈ ഒരു വിഷയത്തിൽ രാഹുൽ പറഞ്ഞതിനകത്തോട് കുറെ കാര്യത്തോടൊക്കെ എനിക്ക് യോജിക്കാൻ പറ്റി. എങ്കിൽ പോലും രാഹുൽ പറയുന്ന എല്ലാ കാര്യത്തോടും എല്ലാ കാലത്തും എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലോട്ടും കൂടെ ഇനി ഒന്ന് പോകാം. ഹണി റോസിനെ കുറിച്ചുള്ള പരാമർശത്തിന് ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോകുമോ? ബോബി ചെമ്മണ്ണൂറിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഹണി റോസ് കുറച്ച് ഓവർ അല്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കാണുമോ? ഹണി റോസിനെ വിമർശിക്കാമോ? ഹണി റോസിന്റെ ഭാഗത്തും തെറ്റുണ്ടോ? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരൻ. ഞാൻ ബാക്കി രാഹുൽ പറയുന്നത് ഞാൻ കേൾപ്പിക്കുക. അതിന് മുമ്പ് ഞാൻ എല്ലാവരോടുമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഹണി റോസ് കുറച്ച് ഓവർ അല്ലേ എന്ന് ചിന്തിക്കാത്ത ഏതെങ്കിലും ഒരാൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടോ? എനിക്ക് അത്രേ നിങ്ങളോട് ചോദിക്കാറുള്ളൂ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇച്ചിരി ഓവർ അല്ലേ എന്ന്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാത്തതുണ്ടോ? നിങ്ങൾ പറ. അല്ലെങ്കിൽ എന്റെ ഭാഗത്താണ് എനിക്ക് മാത്രമേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. എനിക്കും തോന്നിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. എവിടെയോ ഒരു ഇത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഓവർ അല്ലേ, അത് ലൈക്ക് അങ്ങനെ തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ തെറ്റായിരിക്കും. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ ശരിയാണെന്നോ നിങ്ങൾ ശരി ഒന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ തെറ്റായിരിക്കാം. പക്ഷെ ഒരു നിമിഷം നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിനോടും കൂടിയാണ് അത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഹൗ യു ആർ ഗെറ്റിംഗ് സെലിബ്രേറ്റഡ് ടു പബ്ലിക്. എങ്ങനെയാണ് നിങ്ങളെ പബ്ലിക് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നല്ലൊരു ആക്ട്രസ് എന്ന് പറഞ്ഞാണോ നിങ്ങൾ ഇത്രയും കാലം ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് അവാർഡോ ഒരു കേരള സ്റ്റേറ്റ് അവാർഡോ ഒരു നാഷണൽ സ്റ്റേറ്റോ ഒന്നും വേണ്ട, ഒരു വനിതാ അവാർഡ് കിട്ടി കാണുമായിരിക്കുമല്ലോ, എനിക്ക് അറിയത്തില്ല വനിത അങ്ങനെയുള്ള അവാർഡുകൾ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തു വെച്ച ഒരാളാണ് ഹണി. ആ രീതിയിൽ ഇവിടെ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല ചേച്ചി. വളരെ വിഷമത്തോടു കൂടി ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ല. ആകെ നിങ്ങളെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ഇനാഗുറേഷന് വരുമ്പോൾ നിങ്ങളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ വെച്ച് ഷീസ് ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിങ്ങളെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചോളൂ. പക്ഷെ അത് വന്ന് എങ്ങും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, കമന്റുകൾ വേണ്ട. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, വേറൊരു വളരെ വളരെ ഓപ്പൺ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. അതെ, ഇവിടെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ പോലും വേണ്ട എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ മറ്റേ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ മറ്റേ അടിച്ചില്ലാതെയാക്കുകയാണ്. അങ്ങനെ അടിച്ചില്ലാതാക്കി അവരെ എല്ലാവരും കൂടെ മറ്റേ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവന്മാരൊക്കെ ഒരു ദിവസം പൊട്ടും. ഇത് പൊട്ടുമ്പോ എങ്ങനെ നമ്മുടെ പബ്ലിക്കിലെ റിയാക്ട് ചെയ്യും ഇവരെന്ന് നമുക്ക് അറിയില്ല. ഇതൊക്കെ ഇപ്പം തെറ്റാണ് ഇവിടെ ഓരോ ആളുകളും ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ ശരിയാണെന്നല്ല പറയുന്നത്. ഒരു പെൺകുട്ടി ഡ്രസ്സ് ഇട്ട് വരുന്നുണ്ടെങ്കിൽ അവളെ കമന്റ് അടിക്കുന്നതും കമന്റ് ബോക്സിൽ ചെന്ന് വൃത്തിയോടെ എഴുതി വെക്കുന്നതും തെറ്റാണ്. പക്ഷെ ഈ തെറ്റുകളെ എങ്ങനെ ഓവർകം ചെയ്യും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പൊ ഹണി കേസ് കൊടുത്ത് ഇപ്പൊ പോട്ടെ അന്തർസേ പോട്ടെ, പക്ഷെ ഇത് മറ്റുള്ളവരിലേക്കും എത്തണ്ടേ. ഒരു ബോച്ചെ മാത്രം അകത്ത് പോയാൽ പോരാ.
ഇത് മറ്റുള്ളവരിലേക്കും എത്തുമ്പോഴത്തേക്ക് ഇനി ആരും ഇങ്ങനെ കമന്റ് ചെയ്യരുത്, വരുന്നവരെയൊക്കെ പിടിച്ച് അകത്തേക്ക് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു വിഷയത്തിൽ കുറച്ച് ദിവസങ്ങൾ ഇപ്പൊ കമന്റുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരത്തില്ല. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് വരാൻ തുടങ്ങും. അപ്പൊ വീണ്ടും ഹണി റോസ് ഒന്ന് വീണ്ടും കുറെ പേരെ പിടിച്ച് അകത്തിടും, വീണ്ടും കുറച്ച് നാൾ നിൽക്കും, പിന്നെ ഇത് തുടരും, പിന്നെയും പിടിച്ച് കുറെ എണ്ണത്തിന് അകത്തിടും. പക്ഷെ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ മാറ്റം വരണമെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്മാരുടെ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ അതിനുള്ളൂ എങ്ങനെ ഇല്ലാതെയാക്കാം എന്നല്ല, ആ ഒരു ഫ്രസ്ട്രേഷൻ അവരെ എങ്ങനെ നമുക്കൊരു പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം, നയിച്ചു കൊണ്ടുപോകാം, അവരെ അവരുടെ ഒരു സൈഡിൽ എങ്ങനെ കൊണ്ടുപോകാം, അത് ഇവിടുത്തെ സർക്കാരും കൂടെ ഇടപെട്ടിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ വേണം ചെയ്യാൻ. ഇവിടെ മനസ്സിലായില്ലേ? അതാണ് എനിക്ക് തോന്നിയ ഒരു കേസ്. അതാണ്. അല്ലാതെ കുറെ എണ്ണത്തിനെ അവരെ അടിച്ചൊടുത്തി നിങ്ങൾ ഇങ്ങനെ വെർബൽ അറ്റാക്ക് പോലും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, ഇവിടെ പീഡനങ്ങൾ കൂടും. ഇല്ലേ? എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അല്ലാതെ ഒരാൾക്കെതിരെ ഇപ്പൊ ബോച്ചെ പിടിച്ച് അകത്തിട്ടു എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബോച്ചെ മറ്റേ വർത്താനങ്ങൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി അങ്ങേര് വന്നിരുന്ന് പച്ചക്കാണ് പലതും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കലും നമുക്കൊരു പരിധിയിൽ കൂടുതൽ അദ്ദേഹത്തെ, പരിധിയിൽ കൂടുതലല്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഏതാണ് വാർത്താ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്, കുന്തിയെന്നാണല്ലോ പറഞ്ഞത്, അല്ലാതെ വേറെ അല്ലല്ലോ, അത് വേറെ ആളുകൾ എടുക്കുന്നതല്ലേ, താങ്കള് മനുഷ്യനല്ലേ, താങ്കൾ എന്ന് പറയുമ്പോൾ താങ്കൾക്കും അറിയാലോ. ഇവിടെ രണ്ട് കേസുണ്ട്. ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കണം, എക്സ്പെക്ട് ചെയ്യുക എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, വരും നെഗറ്റീവ്സ് വരും, അത് നിങ്ങൾക്കും അറിയാം. അറിയാത്ത ഒരാളൊന്നും അല്ലല്ലോ, ഇല്ലുള്ള കുഞ്ഞൊന്നും അല്ലല്ലോ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ ബോച്ചെ പറയുമ്പോൾ ആലോചിക്കുക, നാട്ടുകാർ പൊട്ടന്മാരല്ല. മനസ്സിലായില്ലേ? വന്നിരുന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവൂടോ തന്റെ മനസ്സിനകത്ത് എന്താണ് പച്ചക്കായിരുന്നു പറയുന്നത്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്തോ ഒരു വേറെ രീതിയിലൊക്കെ ഹണി റോസിനെ പറയുന്നത് കേട്ടു. വളരെ മോശമാണ്. ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. രാഹുൽ ഈശ്വർ പറയുന്നത് എന്തായാലും കേക്ക് കുറച്ചും കൂടെ. ഹണി റോസ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ പ്രതിഭയും കഴിവും ഒക്കെ തെളിയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയെ കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പ്രയോഗമുള്ള പരാമർശം വിവാദത്തിലാകുകയും ഹണി റോസ് അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. കുന്തി ദേവിയുമായിട്ട് ഉപമിക്കുകയും അതിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ഹണി റോസിനെ മോശമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ആ കേസിന്റെ അടിസ്ഥാനം. ഒരു സംശയവുമില്ല, ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ്. കുന്തി ദേവി എന്ന് പറയുന്നതിന്റെ ഒരു ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹം നടത്തി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിച്ചാലും ആ സ്ത്രീയെക്കുറിച്ച് മോശം പറയാതിരിക്കാവുന്ന ഒരു മാന്യത പുരുഷന്മാർ കാണിക്കണം. അങ്ങനെ തന്നെയാണ് നിയമവും മാന്യതയും എല്ലാം അനുശാസിക്കുന്നത്. പക്ഷേ ഹണി റോസ് താനിടുന്ന വസ്ത്രങ്ങളുടെ ഇമ്പാക്ട് സമൂഹത്തിൽ എന്താണ് എന്നറിയാത്ത വ്യക്തിയൊന്നുമല്ലല്ലോ ഹണി. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്തോ വലിയ ആഭാസനും ഹണി റോസ് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കമന്റുകളോ തന്റെ വസ്ത്രധാരണം ചിലപ്പോഴെങ്കിലും വൾഗറായി മാറുന്നു എന്ന വിമർശനമോ ഇതൊന്നും ഇന്നേ വരെ കേട്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇതെടുക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. അതായത് രാഷ്ട്രീയപരമായി അത് പറയുന്നതാണ് കൂടുതൽ ട്രെൻഡ്. അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനായി മുദ്ര കുത്തപ്പെടും, സ്ത്രീ വിരുദ്ധനായി ചാപ്പ നൽകും. പക്ഷെ അതല്ല ധാർമ്മികമായി ശരി, എത്തിക്കലി ശരി. ഹണി റോസിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വിമർശനം പങ്കുവെച്ച് ഫറ ഷിബില എന്ന് പറയുന്ന അഭിനേത്രി, ആങ്കർ, കലാകാരി തന്നെ മുമ്പോട്ട് വന്നിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഫറ ഷിബിലെ പറ്റി ഇനിയും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. നിങ്ങൾ കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാനിവിടെ കാണിച്ചു തരാം. കക്ഷി അമ്മിണി വെള്ള എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു നടിയാണ്. അതുപോലെ തന്നെ സോമന്റെ കൃതാവ് എന്ന് പറയുന്ന വിനയ് ഫോർട്ടിന്റെ ഒരു പടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവര് കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റഗ്രാം വഴി ഒരു പോസ്റ്റർ, ഒരു സ്റ്റോറി ആയിട്ടാണ്, അല്ല പോസ്റ്റർ ആയിട്ട് തന്നെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചു തരാം. പക്ഷെ അവർക്കും ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് കിട്ടി. നല്ല രീതിയിൽ നല്ല നെഗറ്റീവ് കമന്റ്സ് ആണ് അവർക്ക് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതി, അവർക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവരിങ്ങനെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് നിന്നപ്പോഴത്തേക്ക് ആളുകൾ നെഗറ്റീവ് കമന്റ്സ് ഇട്ടപ്പോൾ അന്ന് അവരത് വലിയ വിവാദമാക്കിയിരുന്നു. എന്നെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന്. ഇന്ന് ഹണിക്കെതിരെ വന്നപ്പം ഹണി അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഹണി റോസിനെ വേറൊരു തരത്തിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷേമിംഗ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റ് തന്നെയാണ്. അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്റെ മേഖല ഇതായതുകൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല. മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൻ ഗെയ്സിനെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വാഗ്നറായ
ആംഗിളിൽ, വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത്? സ്ത്രീകൾ അങ്ങേയറ്റം സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും. മിസ് ഹണി റോസിനെ കുറിച്ചും പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും പരാമർശിക്കാത്ത ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ? എനിക്കും അത്രേ ചോദിക്കാനുള്ളൂ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നു. ഹണിയുടെ വേണ്ട, ഞാനത് പറയുന്നില്ല. ബാക്കി ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു. ഒരു പക്ഷെ അവൾ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടാവില്ല. സർവൈവലാണ് അവർക്കും ഉദ്ഘാടന പരിപാടി എന്നും മനസ്സിലാകുന്നു. പക്ഷേ ഇമ്പാക്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇന്റൻഷൻ, റൈറ്റ് അല്ലേ? അവര് പറഞ്ഞതിനകത്ത് എനിക്ക് വലുതായിട്ട് തെറ്റൊന്നും കാണാൻ തോന്നിയില്ല. എന്നാൽ ഇതിനകത്ത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഹണി റോസ് അവരുടെ കുറച്ച് വൾഗർ ആയിട്ടുള്ള വീഡിയോസ് വേറെയുള്ള ചാനലുകാരോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരോ ആരെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവര് റീഷെയർ ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് ഈ പോസ്റ്റ് ഇടുമ്പോൾ മകളിനകത്ത് എഴുതി വെച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചായിരുന്നെങ്കിൽ ആ ഒരു ഡയലോഗ് അടിക്കില്ലായിരുന്നു. റീഷെയർ ചെയ്യുന്ന എന്തുകൊണ്ടാ? നിങ്ങൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് അവർക്ക് ഈ ഒരു ഇനാഗുറേഷൻ പരിപാടികൾ കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് അവരുടെ നിലനിൽപ്പിന് അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരത് റീഷെയർ ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അവർ റീഷെയർ ചെയ്യും. പക്ഷെ ഇതിനകത്ത് വേറൊരു സാരം, വേറൊരു തലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റീഷെയർ ചെയ്യുന്നു. എന്തിന് റീഷെയർ ചെയ്യുന്നു? ഇത് കുറെ ആളുകളിലേക്ക് എത്താൻ. കാരണം അവരുടെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന വോട്ടെവർ അവരുടെ ആ ഒരു സ്റ്റൈല് കുറെ ആളുകളിലേക്ക് എത്തി ഒരുപാട് ഫാൻസ് അവർക്ക് ഉണ്ടാവണം. അവരെ സെലിബ്രേറ്റ്, ഈ ഒരൊറ്റ വേർഡാണ് അതിന് സ്യൂട്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നു. അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഈ സാധനം കുറെ ആളുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഹണി റോസ് എന്ന് പറയുന്ന നടി അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരേപോലെ എടുത്ത് നിങ്ങൾക്ക് മറ്റേ കൈതട്ടണമെന്നില്ല. എല്ലാത്തിനും ഒരു പോസിറ്റീവ് വശമുണ്ട്, ഒരു നെഗറ്റീവ് വശമുണ്ട്. അത് മിസ് ഹണി റോസ് ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മോശമായിട്ടുള്ള കമന്റുകൾ വരും. ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നിൽക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ആരും എനിക്കെതിരെ ഇങ്ങനെയുള്ള കമന്റുകൾ പരിപാടികളൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഇനാഗുറേഷൻ പരിപാടിയിൽ നിന്ന് പുറത്താകും. ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ, ലൈക്ക് ഈ ഇനാഗുറേഷൻ പരിപാടി നടക്കുന്ന ആ ഒരു ഫീൽഡ്, ആ ഒരു കാറ്റഗറിയിൽ നിന്ന് തന്നെ ഔട്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ആ രീതിയിലാണ് ഇവിടെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആ രീതിയിലാണ് നിങ്ങൾക്ക് ഓഡിയൻസ് ഉള്ളത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഹണി റോസിനെതിരെ ആരെങ്കിലും മോശമായ പരാമർശം ഉപയോഗിച്ചാൽ അതൊന്നും ശരിയല്ല. ഹണി റോസ് എന്ത് വസ്ത്രം ധരിച്ചാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ മാന്യതയുടെ അതിർവരമ്പുകളുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ അമല പോളിന്റെ കാര്യത്തിൽ. അമല പോൾ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ് ഇട്ട് കോളേജിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ദിവ്യപ്രഭ ഓൾ ദാറ്റ് ഇമാജിനി സ്ലൈറ്റിൽ അവർ ടോപ്പ് ഭാഗം മുഴുവൻ വ്യവസ്ഥയായിട്ടും ഒരു വളരെ എക്സ്പ്ലിസിറ്റ് ആയ ലൈംഗിക സീനും ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ വിമർശിച്ചു. അത് മലയാളികൾ അതാണ് കൂടുതൽ സെർച്ച് ചെയ്തതെന്ന്. സ്വാഭാവികമായൊരു ചോദ്യം വരില്ലേ? അത്തരം സീനുകൾ വരുമ്പോ, അത്തരം കാര്യങ്ങൾ വരുമ്പോ അതിനെക്കുറിച്ച് കോൺട്രവേഴ്സി ഉണ്ടാകുമെന്ന് അറിയാതെ ഒന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഈ എന്താ പറയണേ, ഞാനും അത്ര ഇവിടെ പറയുന്നുള്ളൂ. അതായത് ദിവ്യപ്രഭയുടെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ടെലിഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ദിവ്യപ്രഭയുടെ ക്ലിപ്പുണ്ടോ എന്നുള്ള സാധനങ്ങളായിരുന്നു. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ദിവ്യപ്രഭയാണെങ്കിലും ശരി, ആ സമയത്ത് ഇതിനെതിരെ ജസ്റ്റ് ചെറിയ രീതിയിൽ സംസാരിച്ച് അവര് പോയി. അവർക്ക് അറിയാം, അവർ നേരത്തെ ഇതിനകത്ത് നേരത്തെ ലൈക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വരും. അവർ അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ വരട്ടെ. ബാക്കി അവർക്ക് പറയാനുള്ള അവര് പറഞ്ഞു, അവരവരുടെ വാടി നോക്കി പോയി. അത്രേ ഉള്ളൂ. ഇവിടെ ഹണി റോസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്. ലൈക്ക് നിങ്ങൾക്ക് അറിയാം അത്. നിങ്ങൾ ഇത്രയും, ഇത് കേരളമാണ്, ഇവിടെ ഇത്രയും ലൈക്ക് ആളുകളുണ്ട്, ലൈംഗിക ദാരിദ്ര്യമുള്ളവരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളതൊരു രീതിയിൽ ചൂഷണം ചെയ്തു, നിങ്ങൾ കാണിച്ചു, നിങ്ങൾ ലൈക്ക് യു ഗോട്ട് സെലിബ്രേറ്റഡ്. പിന്നെ വന്നിട്ട് അത് അങ്ങനെ ചെയ്തു, ആളുകൾ ഇങ്ങനെ ചെയ്തു. ഇപ്പൊ നിങ്ങളിത് പറയുന്നോണ്ട് ഉണ്ടാവാൻ പോകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു റെവല്യൂഷൻ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം നിങ്ങൾ തന്നെ ഇനി സെലിബ്രേറ്റ് ചെയ്യപ്പെടാതെ ആകും. അതായത് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ വഴി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടാതെ ആവും. കുറച്ച് കഴിയുമ്പോൾ ഇനാഗുറേഷൻസ് നിന്ന് കുറയും. ഇപ്പം അനശ്വര രാജൻ അല്ലെങ്കിൽ ഒരു നിഖില വിമൽ, ഇവരെ പോലുള്ള ഒരു നടി, അല്ലെങ്കിൽ ആ നടിമാരുടെ കാര്യം തന്നെ എടുക്കാം. അവർ വന്നൊരു സ്ഥലത്ത് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നതും വേറൊരു സ്ഥലത്ത് ഹണി റോസ് വന്ന് സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ആ ഇനാഗുറേഷൻസ് കണ്ടാൽ തന്നെ ഒന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ലൈംഗിക ദാരിദ്ര്യം അതിവിടെ മാറ്റാൻ നമ്മുടെ നാട്ടിലെ നിയമത്തിന് പറ്റണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പരിപാടികൾ ഈ കമന്റ് ബോക്സിലെ പുറത്തേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇപ്പം ഏതെങ്കിലും, ഇപ്പൊ എവിടെയാ പറയേണ്ടത്,
ഇപ്പം അമേരിക്ക വരെ ഒന്നും പോകണ്ട, ഇപ്പൊ ദുബായിലാണെങ്കിൽ പോലും അവിടെ ബീച്ചിൽ പോയിട്ട് ഒരാൾക്ക് ബിക്കിനി ഇട്ട് കിടക്കാം. അവിടെ വന്ന് ഫോറിനേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ജുമേറ പോയാലും ശരി, എവിടെ പോയാലും ശരി, നമുക്ക് കാണാൻ പറ്റും ബീച്ചിലൊക്കെ വന്ന ആൾക്കാർ ബിക്കിനീസ് ഇട്ട് കിടക്കുന്നത്. അവിടെ ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ടായിരിക്കും. ഇവരെ അല്ലാതെ വേറെ ആളുകൾ ബീച്ചിലൊക്കെ വന്ന് അവരാരും ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല. കാരണം എന്തുകൊണ്ടാ? അവിടെ ഇതൊക്കെ കോമൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ ഇത് കോമൺ ആയതുകൊണ്ടല്ല. അവിടെ ആർക്കും ഇത് താല്പര്യമില്ല, അത് വേണ്ട. കാരണം അവിടെ ആർക്കും ആ ഒരു ലൈംഗിക ദാരിദ്ര്യം, ഒരു നോട്ടം കണ്ടു, ഒരു കാമക്കണ്ണ് എന്ന് പറയുന്ന സാധനം ആർക്കും ഇല്ല. കാരണം അവർക്ക് ആ ഒരു ഫീൽ, അവർക്കൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ വന്ന് വരികയാണെങ്കിൽ അവർക്കത് തീർക്കാൻ സ്ഥലങ്ങളുണ്ട് അവിടെ. നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ എവിടെയാണ് ഇപ്പൊ ഫോറിനേഴ്സ് വന്ന് ചിലപ്പോൾ ഫർക്കലയിലൊക്കെ എപ്പോഴെങ്കിലും വന്ന് അവർ വിക്കിനായിട്ട് കിടക്കും, അതല്ലാതെ വേറെ ഏതെങ്കിലും ബീച്ച് നടക്കുമോ? എന്തിനധികം പറയുന്നു, ചെറുതായിട്ടൊന്ന് ഷോർട്സ് ഡ്രസ്സുകൾ ഇവിടെ ഇട്ടിട്ട് പെൺകുട്ടികൾ എന്ന് പറയുന്നില്ല, ഒരു 20, 26, 27 വയസ്സിനുള്ള ഇടയിലുള്ള ആളുകളൊക്കെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കണ്ണുകൾ ഇങ്ങനെ തുറിച്ചു നോക്കും അവരെ. നമ്മുടെ നാട്ടിൽ നടക്കും, പുറത്തൊന്നും ഒന്നും ആരും നോക്കത്തില്ലടേ അവിടെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും അവിടെ പോയിട്ട് അവിടെ ചില്ല് ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ? ഇവിടെ ഫുള്ള് ചുരിദാറൊക്കെ ഇട്ട് കിടന്ന പെൺകുട്ടികൾ പുറത്തു പോയി കഴിയുമ്പോൾ അവർ ഷോർട്സ് ഇട്ട് കിടക്കും. കാരണം അവിടെ ഇങ്ങനത്തെ കണ്ണുകളില്ല അവരെ നോക്കാനായിട്ട്. അതാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ നാട്ടിലെ കുഴപ്പം. നമ്മുടെ നാട്ടിലുണ്ട് ഈ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ ജനങ്ങൾക്ക് വേറെ മാർഗമില്ല. ആകെയുള്ളൊരു വഴി ഈ വെർബലി ഇരുന്നുള്ള കൊണയടിയ, മനസ്സിലായില്ലേ? അതുപോലും നമ്മളിങ്ങനെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ അവർക്ക് വേറൊരു എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്ക്. അല്ലാതെ ഒരാളുടെ ഫീലിങ്സിനെ നിങ്ങൾ ഗീവ് റെസ്പെക്ട് ടു എവരി വൺസ് ഫീലിങ്സ്. ഞാൻ അതും കൂടെ ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഞാനിവിടെ ആരെയും മോശമായി കാണിക്കാനോ ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഒരു ഹണി റോസും ഒരു ബോച്ചയും കാരണം മാത്രം ഇങ്ങനെ കുറെ അല്ല. ഇതിന്റെ അവസാനം ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യം. ഇതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.